ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, കേറ് കേറ്. 2 പട്ടി വന്നു. ആരും ഇല്ലാന്ന് തോന്നണു, ചുമ്മാ വിട്ടേക്കോ. അപ്പൊ ഇന്ന് നമ്മൾ മല കയറാൻ പോവാണ്. മല കയറാൻ നമ്മുടെ ഒപ്പം ഉള്ളത് അപ്പു, അജയ് മോസ്റ്റ, ഔറ സാബിദ്, ഔറ. നല്ലൊരു സൺസെറ്റ് എന്താണേലും കാണാൻ പറ്റൂട്ടോ നമുക്ക്. ഓഫ് റോഡൊക്കെ അടിക്കാൻ പറ്റിയ സ്ഥലം. ഓഫ് റോഡ് എന്ന് വെച്ചാൽ അത്യാവശ്യം സീനാണ്, പക്ഷെ എന്നാലും സുഖമായിട്ടൊരു ഹിമാലയനൊക്കെ ഉണ്ടെങ്കിൽ കയറി പോകാവുന്നേ ഉള്ളൂ അല്ലേ. ഇങ്ങോട്ടേക്ക് വരണേ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശംഷിയ റോട്ടി, അതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. മെലിഹ റൂട്ട്. സൂര്യൻ കടലിലേക്ക് താന്ന് ഒത്തിരി പോണതിന് മുമ്പ് മാക്സിമം ടോപ്പ് പിടിക്കണം നമുക്ക്. അത്യാവശ്യം ഒരു കയറ്റം ഉണ്ട്, ഓടിയാലോ. അതിനാ പറ്റി എടാ പോടാ, നടക്ക്. ഒരു വീഡിയോ കിട്ടാൻ വേണ്ടിട്ടാടാ. ശരിയായില്ല. നൈസായിട്ട് തണുത്ത കാറ്റ്, എന്നാൽ വലിയ അന്യായ കാറ്റുമില്ല. അപ്പോൾ അതെ നമ്മൾ കുറച്ചുകൂടെയും കാട് കൂടിയ സ്ഥലത്തോടെ നമ്മൾ നടക്കും കേട്ടോ. അപ്പുവാണ് നമ്മളിന്ന് ഈ സ്ഥലം കാണിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കുന്നത്. അപ്പു, നിനക്ക് എങ്ങനെ കിട്ടി ഈ സ്ഥലം? കിട്ടി. അതെങ്ങനെ? പരിഷ്കാരി. എവിടെ പോയാലും പട്ടി വിഷയമാടാ, എവിടെ പോയാലും. ഞാൻ എവിടെ പോയാലും അതെ, പട്ടീനെ പേടിയുള്ളതുകൊണ്ട് ഇന്ന് പിന്നെ ഇമാരൊക്കെ ഉള്ളോട് ധൈര്യമാണ്. നമ്മൾ തന്നെയല്ലേ ഇന്നാളൊക്കെ പോയത്. അതും അങ്ങനെ ഇത്രയും പോലും ഒട്ടും പരിചയമില്ലാത്ത ചില സ്ഥലങ്ങളിൽ. സെൽഫി എടുത്തോളൂ. ഇന്ന് നമുക്ക് എന്നാ പറഞ്ഞാലും സൂര്യൻ കടലിൽ താഴ്ന്ന കാണാൻ പറ്റുമെന്ന് തോന്നണല്ലോ. നമ്മൾ ചുമ്മാ ഇങ്ങനെ നടക്കുക കേട്ടോ. ഡയറക്ഷൻ ഒന്നും കറക്റ്റ് ഒരു പിടിയില്ല, ചുമ്മാ നടന്ന് പോവുക. ഇവിടെ പിന്നെ മടമുയലുണ്ടാവും. മടമുയൽ കുറച്ച് കമ്പനിക്കാർ ഒരു സ്ഥലത്ത് പോയിട്ട് തമിഴ്നാട് സൈഡ് എവിടെയോ അവന്മാർ ഇത് മേടിച്ചു, മുയൽ മേടിച്ചു. മടമുയലെന്നും പറഞ്ഞ ഇറച്ചി അമ്മമാർക്ക് കൊടുത്തത്. എന്നിട്ട് അവിടെ കണ്ട ഈ മടമുയൽ എന്ന് പറയുന്നത് നമ്മുടെ പെരിച്ചാഴി എലിക്കായിരുന്നു. അമ്മമാർ എന്നിട്ട് അത് പറഞ്ഞപ്പോഴത്തേനും അമ്മമാർക്ക് ആകെ ഷോക്കായിപ്പോയി. അമ്മമാരാണെന്നുണ്ടെങ്കിൽ കഴിച്ചും പോയി. പന്നീലി ആയിരുന്നായിരിക്കും മിക്കവാറും. നമ്മൾ എവിടെ പോയാലും ഇറച്ചിയൊക്കെ തരുമ്പം സൂക്ഷിച്ച് മേടിച്ച് കഴിച്ചില്ലെങ്കിലേ ആവ പണികൾ കിട്ടും. ഇങ്ങോട്ട് വാടാ, ഇങ്ങോട്ട് വാ, കേറ് കേറ്. 2 പട്ടി വന്നു. ആരും ഇല്ലാന്ന് തോന്നണു, ചുമ്മാ വിട്ടേക്കോ. എടാ പട്ടി മണത്തു വരും. ഇങ്ങോട്ട് വാ. പോയോ? 2 പട്ടി. എടാ ഞാനാ പട്ടീനെ ഏറ്റവും പേടിയുള്ള ആള്. നീ പേടിച്ചോ അജയ്? അപ്പു പേടിച്ചോ? ഇല്ല, എനിക്ക് പിന്നെ സാബിത്തുള്ള ഒരു ധൈര്യം. എനിക്ക് പേടിച്ച ആരറിയോ? അതിന് ഓടി കാട്ടി പേടി. ഞാൻ പോയപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വന്നല്ലോ പേടിച്ചിട്ട്. എൻ്റെ ഒപ്പം നിൽക്കുവാണെങ്കിൽ ധൈര്യത്തോടു കൂടി നിൽക്കാം. നിന്റെ കൂടെ നിൽക്കാനാ പേടി. നീ ഞങ്ങളെ മുന്നിലെറിഞ്ഞിട്ടേ നീ പോവും. ഇതെന്നാടാ ഇത്? വിളക്കോ? ഇതേ ഒരു സാധനം കണ്ടോ? ഇവിടെ ഇങ്ങനെ പോകണം, ഒരു അന്തവും കുന്തവും ഇല്ലാണ്ട് പോകണം. ഫുഡൊക്കെ കരുതി പോകണം. സെറ്റ് സ്ഥലം. ഇത് നമ്മൾ ഇടുവല്ലേ? അജയ് ഉണ്ടല്ലോ, അജയ് ഉള്ളപ്പോൾ റീച്ച് കിട്ടാതിരിക്കൂ. നമുക്കെല്ലാം ഒന്ന് പൊടി തട്ടി എടുക്കണം. കാരണം ഇത് ഈ ഒരു സ്പോട്ട് ആരും അങ്ങനെ വരാതെ നമ്മൾ സോഷ്യൽ മീഡിയയിലാണല്ലോ അങ്ങനെ കണ്ടിട്ടില്ല സ്പോട്ടായത്. ഇതിട്ട് കഴിഞ്ഞാൽ എന്തായാലും റീച്ച് കിട്ടും. എടാ ഇത് നല്ലോണം ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. ഇവിടെ ഉണ്ടല്ലോ വണ്ടി നേരത്തെ വന്നോണ്ടിരുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. വഴിയൊക്കെ തെളിഞ്ഞു കിടക്കുന്ന കണ്ടിട്ട്. നേരത്തെ അല്ല അല്ലേ വണ്ടിയുടെ പാട്. ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് ഒന്നില്ല ഈ ഭയങ്കര സൂക്കേടുള്ളവന്മാർ കയറി വരും, അല്ലെങ്കിൽ പെർമിഷൻ ഉള്ളവർ കാണുമായിരിക്കും. ചിലപ്പോഴേ ആ പട്ടികളെ വല്ല മുയലിനെയും പിടിക്കാൻ വിട്ടായിരിക്കും. നമ്മുടെ നാട്ടിൽ ഈ ഉടുമ്പിനെ പിടിക്കാൻ വിടും പോലെ. ഫോട്ടോ ഒക്കെ എടുത്തോ? 2 ഫോട്ടോ എടുത്ത് തരാമോ ആ ഫോണില്? ചെറിയ ഫോണാ. ഏതാ? 15 പ്രോയാ? 15 പ്രോ മാക്സ് അല്ലേ? എടുത്തു ഇതുപോലത്തെ സാധനം. എടാ ഇത് ഈ എന്നതാ ഇതിന് പറയുന്നത്? ജണ്ടയോ എന്തോ നമ്മൾ കാട്ടിലൊക്കെ കാണില്ലേ ആ സാധനം? അല്ലെങ്കിൽ ഇതെന്തോ ഇതുള്ള സംഭവമാ?
ആ ഓ ഇത് കണ്ടോ, റൂട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാട്ടോ ഈ സെറ്റപ്പ്. ഓ ഇവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചിട്ടുണ്ടെങ്കിൽ പേടും നമ്മൾ. രസമായിരിക്കും, എണ്ണാവും പിന്നെയും പിന്നെയും എണ്ണാം. കണ്ടോ പാട്. സൈക്കിളോ ബൈക്കോ എന്തോ ഒക്കെ. പട്ടി തന്നെയായിരുന്നു. ഈ സാധനമാണ് ഇവിടെ മൊത്തം പട്ടിത്തീട്ടം. നമ്മുടെ ഒരു പാട്ടി. ഈ കാട് കണ്ടിട്ട് എനിക്ക് റോങ് ടേൺ സിഗ്നല്ലേ എടാ, ഞാൻ ഇന്നാൾ കുറച്ച് സ്ഥലത്ത് പോയി, ഞാൻ ചെറിയ വീഡിയോ ഒക്കെ ഇട്ടില്ലേ, അവിടെ പോകുമ്പോഴും എനിക്ക് അങ്ങനെ തോന്നണേ. അല്ലെങ്കിൽ മറ്റേ ചുമന്ന കരടിയില്ലേ, അത് കൂട്ട് കരടി നമ്മളെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ, അത് കൂട്ട് സ്ഥലം ൊക്കെയുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. ഇതൊരു ബെഞ്ചും ഡെസ്കും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ. എന്താണേലും നമ്മൾ റോഡിന്റെ അരികിലേക്ക് തന്നെ വന്നു കേട്ടോ. ആ തുടങ്ങുക. അജയും പറയുന്നുണ്ടോ സ്ഥലത്തിനെ പറ്റി. ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് ആ റോങ് ടേണിലെ മറ്റേ സോംബിയൊക്കെ ഉള്ള സ്ഥലമൊക്കെ പോലെ തോന്നും. ഇത് കൂട്ടുമരങ്ങളും വഴിയും അതുപോലെ ഒരു രണ്ടെണ്ണം വന്നു കഴിഞ്ഞാണ്ടല്ലോ പട്ടി വരും പോലെ അല്ല കേട്ടോ സോംബി. പെട്ടുപോകും. അവിടെ നിന്ന് നടന്ന് നമ്മൾ ഇതേ ഒരു റോഡിലേക്ക് വീണ്ടും എത്തി. പക്ഷെ ഇത് അങ്ങനെ ന്യായമായിട്ട് വണ്ടി വന്ന സ്ഥലമല്ല ഇത് കണ്ടിട്ട്. കൊടൈക്കനാൽ എത്തിയ പോലെ ഉണ്ടല്ലേ ഈ സ്ഥലം. എന്നാ പറഞ്ഞാലും നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ആ വഴിക്കൊക്കെ അങ്ങോട്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫോറസ്റ്റിൽ കൂടെ പോകുമ്പോൾ ആയിരിക്കും കേട്ടോ. വട്ടവട ഇതാണ് അജയ് പറയുന്ന പോലെ. ഇതുപോലുള്ള സ്ഥലത്ത് വരുമ്പോൾ ഒക്കെ നമ്മൾ കാണുന്ന പട്ടിന്ന് വെച്ചാൽ മറ്റേ ഈ കണ്ട കൊഞ്ചിക്കാൻ തോന്നുന്ന സൈസ് പട്ടികളല്ല. ആ പട്ടികൾ ഇങ്ങനെ കിതപ്പായിരിക്കും, കടിക്കാൻ പാകത്തിന് നിൽക്കുന്ന സാധനം. നമ്മൾ അവിടെ നിന്ന് കണ്ടില്ലേ ഒരു എൻട്രൻസ് കാട്ടിലേക്ക്, അവിടെ എത്തി. സ്ഥലത്തെ കൊള്ളാല്ലേ. ഇനി നമ്മൾ ഇരുട്ടത്താ തിരിച്ച് നടന്നു പോകുന്നത്, അതാണ് അടിപൊളി. വേസ്റ്റ് വെള്ളമൊക്കെ പോകുന്ന സാധനമായിരിക്കും അല്ലേ. ഫുൾ അണ്ടർഗ്രൗണ്ട് പരിപാടികളാണ്. ആകപ്പാടെ ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ. വലിയ അത്ഭുതമൊന്നുമില്ല, സാധാരണ സംഭവിക്കും പോലെ തന്നെ. നമ്മൾ വന്നിട്ട് വഴിയൊന്ന് നൈസായിട്ട് തെറ്റി ആണ് നമ്മൾ ഈ സ്ഥലത്തേക്ക് എത്തിയത്. അവിടെ നിന്ന് നമുക്ക് നമ്മൾ ആ ഒരു റോഡിലേക്ക് ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് നേരെ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു അതിലേക്ക്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ബസ് പിടിക്കുക, വീട്ടിലേക്ക് പോവുക. ഇവിടെ നമ്മൾ പിന്നെ പല സ്ഥലങ്ങളും നമ്മൾ കണ്ടു വന്ന വഴിക്ക്, മേളിൽ നിന്ന് ഇറങ്ങി വന്ന വഴിക്ക്. അപ്പോൾ എല്ലാം പ്രൈവറ്റ് ആയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. അത് ഇതൊക്കെ വിരിയൂടാ, ഇത് വിരിഞ്ഞ് വരുന്നുണ്ടോ ഇതിനിവിടെ ആരെ കട്ടി കൂടെ കുറച്ച്. ഓഫ് നമുക്ക് പോയേക്കാം. ഇനി നമുക്ക് സെറ്റായിട്ട് വരാം ഒരു ദിവസം. അല്ലടാ പോവും. ഇനി നമുക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരാം. എന്നിട്ട് ഇപ്പം ചുമ്മാ നമ്മളെ കൊണ്ടുവന്ന് ഏതോ കുഴിച്ച് അടിച്ചേക്കുക. നമ്മളിത് കുറച്ചങ്ങ് ഇറങ്ങി വന്നപ്പോൾ കണ്ട കേട്ടോ സ്ട്രോബെറി, ഒരു റെഡ് കളർ ഉണ്ടോ, മൊത്തം സ്ട്രോബെറി കേട്ടോ ഉണ്ടായിട്ടുണ്ട്, ന്യായമായിട്ടുണ്ട്. ഇവിടെ മൊത്തം കൃഷി കേട്ടോ. കോളിഫ്ലവർ പോലെ എന്തോ സംഭവം ഇത്. ഇത് ഹാർവെസ്റ്റ് ചെയ്തു. നമ്മളിവിടെ കണ്ടത് മറ്റേത് കോളിഫ്ലവർ ആട്ടോ, ഇതേ ഒരെണ്ണം ഉണ്ടായി നിൽക്കുന്നു. ബാക്കി മിക്കതും തന്നെ വെട്ടിയേക്കും കേട്ടോ. ഹാർവെസ്റ്റിങ് കഴിഞ്ഞു.